ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഇങ്ങനെ നല്ലപോലെ നനച്ച്, ഇടയ്ക്ക് തേങ്ങാപ്പീരയും കൂടെ ഞാനിട്ട് നനയ്ക്കുന്നുണ്ട്. തേങ്ങാപ്പീരയും വെള്ളവും കൂടെ കുറേശ്ശെയായിട്ട് നനച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വീണ്ടും അത് എടുത്തേച്ച് കട്ട കെട്ടാതെ ഇച്ചിരി കൂടെ വെള്ളം തളിച്ച് നല്ലപോലെ എടുക്കണം. അപ്പം കട്ടയൊന്നുമില്ലാതെ നമുക്ക് പുഴുങ്ങാൻ പറ്റും. പിന്നെ ഞാനിവിടെ പയറാണ് എടുത്തിരിക്കുന്നത്, ചെറുപയർ ഞാനിത് മുളപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തലേന്ന് ചെറുപയർ 2-3 മണിക്കൂർ കുതിർത്തിട്ട് ആ വെള്ളം കളഞ്ഞൊരു തുണിയിലൊക്കെ കെട്ടിയോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മുളച്ചോളും. മുളപ്പിച്ച ചെറുപയറാണ് അത്. നമ്മൾ കുക്കറിൽ ഒരു 3 വിസിലടിച്ചാൽ മതി, അല്ലാതെ വേവിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ പയറെല്ലാം നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര, ഉപ്പും കൂടി ഇട്ട് വേണം വേവിക്കാൻ. തേങ്ങാപ്പീരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പീരയും കൂടി കുറച്ചിടുമ്പോൾ. അതും പുട്ടും പയറും പിന്നെ പപ്പടവും കൂടെ. പപ്പടം ഇഷ്ടമില്ലാത്തൊരു പഴമായാലും എടുക്കാം. ഞാനിന്നിവിടെ പുട്ടും പയറും പപ്പടവുമാണ് എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. മുളപ്പിച്ച പയറിനകത്ത് ധാരാളം പോഷകഗുണങ്ങളുമുണ്ട്. അപ്പോൾ അതും പുട്ടും പയറും പപ്പടവും ചായയൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ശരി, നാളെ കാണാം.